നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തായംകുളങ്ങരയിൽ പെട്ടിയോട്ടയും കാറും കൂട്ടിയിടിച്ചു. തായംകുളങ്ങര സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:15 അപകടമുണ്ടായത്. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിൽ പാടത്ത് തീപിടുത്തം. വ്യാഴാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 44ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പും നടത്തി. വാർത്തകൾ വിശദമായി. ചേർപ്പ് തായംകുളങ്ങരയിൽ പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ചു. തായംകുളങ്ങര സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:15 അപകടമുണ്ടായത്. തൃപ്രയാറിൽ നിന്ന് ഒല്ലൂരിലേക്ക് പോവുകയായിരുന്നു 6 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള കാർ യാത്രികർ. തായംകുളങ്ങര സെന്ററിൽ വെച്ച തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന പെട്ടിയോട്ടയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ സഞ്ചരിച്ച പെട്ടിയോട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ യാത്രികയായ സ്ത്രീക്കും ഓട്ടോ ഡ്രൈവർക്കും നിസാര പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറെ എക്സ് പ്രവർത്തകർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിൽ പാടത്ത് തീപിടുത്തം. വ്യാഴാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വൂർ പള്ളി റോഡിന് സമീപത്തെ പാടത്ത് വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ പുല്ലിൽ നിന്നുണ്ടായ തീപിടുത്തം അതിവേഗം വ്യാപിച്ചു. പച്ചപ്പാർന്ന ഭാഗങ്ങളിലേക്കും തീ അതിവേഗത്തിലാണ് പടർന്നു പിടിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് കനത്ത പുക വ്യാപിച്ചിരുന്നു. ഇതിനിടെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പ്രയത്നത്തിനു ശേഷമാണ് തീയണയ്ക്കാൻ സാധിച്ചത്. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 44ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പും നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ രക്ഷിതാക്കൾ വളരെ കടമയോടും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇവിടെ ഓരോ മക്കളെയും സ്കൂൾ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് അല്ലേ? അവരുടെ നല്ല കഷ്ടപ്പാടിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലൂടെ നല്ല അറിവ് നേടണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അറിവ് നേടാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ അധ്യാപകരെ അനുസരിക്കുക എന്നുള്ളതും മറ്റു അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നു, വിദ്യാലയങ്ങളിൽ നിന്ന് നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് പഠിച്ചു വരുന്നു. അങ്ങനെ നിങ്ങൾ നല്ല അറിവിലേക്ക് അറിവിന്റെ ഭാഗമാകുന്നതിന്റെ ഒരടിസ്ഥാനമാണ് വിദ്യാലയം. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടുമ്പുകുളം അധ്യക്ഷനായി. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് കാരണമാകുന്ന വിദ്യാലയമാണ്. തൃശൂർ അതിരൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്തിന്റെ പല കാര്യങ്ങൾക്കും അവകാശത്തോടും ഒപ്പം തന്നെ കൈകോർത്ത് നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരേയൊരു സ്കൂൾ എന്ന് പറയാവുന്നത് ഇതാണ്. ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അഭ്യുദയ കാംക്ഷികളുടെയും വലിയ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് പലതുമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്രാമോത്സവ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ട് തന്നെയാണ് കണ്ടപോലെ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോഴേ ഗ്രാമപഞ്ചായത്തുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിദ്യാലയമാണ് ഇത്. തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് സാമൂഹിക മേഖലകളിലായിരിക്കണം, രാഷ്ട്രീയ മേഖലകളിലായിരിക്കുന്നവരൊക്കെയും
ചെയ്യുന്നവരുടേതായിട്ടുള്ള വലിയ സേവനങ്ങളെയും അവരുടെ സുമനസ്സുകളെയും നന്ദിയോടെയും അഭിമാനത്തോടെയും ഓർക്കുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ അജിത്ത് തച്ചോത്ത ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പിന്നണി ഗായകൻ നിതിൻ രാജ മുഖ്യാതിഥിയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് എൻഡോമെന്റും PTA പ്രസിഡന്റ് ജയൻ ജോയ് ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പ്രധാനാധ്യാപിക ലേഖ ഡേവിസ് കാട്ടുമാത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം KR സനൂപ്, മുൻ പ്രിൻസിപ്പൽ ഡയസ് M കുര്യാക്കോസ്, മുൻ പ്രധാനാധ്യാപിക ജിജി മോൾ ജോണി, PTA വൈസ് പ്രസിഡന്റ് AR രാജു, OSA പ്രസിഡന്റ് നിക്സൺ കോലഞ്ചേരി, സ്കൂൾ ചെയർമാൻ മാസ്റ്റർ ആൽബിൻ മിൻഡോ, സ്കൂൾ ലീഡർ മാസ്റ്റർ ക്രിസ്റ്റോ പ്രിൻസ്, വിരമിക്കുന്ന അധ്യാപകൻ TV ഔസേഫ്, ജനറൽ കൺവീനർ KB പുഷ്പ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു തിരഞ്ഞെടുപ്പ്. ധനകാര്യ കമ്മിറ്റിയിലെ വനിതാ സംവരണ സീറ്റിലേക്കുള്ള അംഗത്തിനൊപ്പം ജനറൽ അംഗങ്ങളെയാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുത്തത്. കൂടാതെ വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ കമ്മിറ്റികളിലേക്കുള്ള ജനറൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. NDAയിലെ PN സുനിൽകുമാർ, ശ്രീദേവി സന്തോഷ്, പ്രേമൻ കാരയിൽ, നന്ദകിഷോർ എന്നിവരാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വികസനകാര്യ കമ്മിറ്റിയിലേക്ക് UDFിലെ വിനയ സച്ചിൻ, ജീസൻ റപ്പായി, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, NDAയിലെ സൂര്യശോഭി എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. UDFിലെ റൂബി ജോൺസൺ, VI ജോൺസൺ, LDFിലെ ശ്രുതി സനീഷ് എന്നിവരാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരോഗ്യ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി LDFിലെ നിത്യ ജയരാജൻ, UDFിലെ ജോയ് പയ്യപ്പള്ളി, NDAയിലെ സിമി പ്രദീപ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുക്കും. CPI നേതാവ് CC മുകുന്ദൻ MLAയുടെ ജീവിതകഥ പറയുന്ന പുസ്തകം പുറത്തിറക്കി. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് പുസ്തക പ്രകാശനവും ചർച്ചയും നടന്നത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. VR സുനിൽകുമാർ MLA, ഹരിതം പ്രസാധകൻ പ്രതാപൻ തായാട്ട്, എഴുത്തുകാരൻ ലാൽ കച്ചിലം, പ്രഭാഷകൻ ഡോക്ടർ അമൽ C രാജൻ, ബിജോയ്, കിഷോർ വാഴപ്പുള്ളി, രാജൻ പട്ടാട്ടെ എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി രംഗത്ത് പ്രവർത്തനം നടത്തി പിന്നീട് സഹകരണ സംഘത്തിലെ ജീവനക്കാരനായി കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ദേശീയ കൗൺസിൽ വിവിധ ഘടകങ്ങളുടെ അംഗങ്ങളായി ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് ദീർഘമായിട്ടുള്ള കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കാര്യങ്ങളിൽ ചെയ്തു നോക്കണം. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോയത്. തൃശ്ശൂരിൽ അന്തികാടുന്ന രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച നിരന്തരമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയിൽ പഴയ സെക്രട്ടറി അന്തികാട് സെന്റർ വരുമ്പോൾ സെന്ററിലെ പലതരം കണക്കാനായിട്ടുള്ള മന്ദാട്ടങ്ങൾ കടന്നു വരികയാണ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മാതൃഭാരതി സപ്തശക്തി സംഗമം സംഘടിപ്പിച്ചു. യുവതലമുറയെ മൂല്യബോധത്തോടെ മുന്നോട്ട് നയിക്കുകയെന്ന സന്ദേശത്തോടെയാണ് സപ്തശക്തി സംഗമം സംഘടിപ്പിച്ചത്. വിദ്യാഭാരതി സഹകാര്യദർശി ഡോക്ടർ മധുശ്രീ സഞ്ജീവ് സാവോളി സപ്തശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. That Sri Krishna, Bhagwan Sri Krishna said, I am present
and a woman. വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് സുമ ആർ മേനോൻ അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ആളൂർ സ്റ്റേഷനിലെ ASI VM മിനിമോൾ, സോപാന സംഗീതം കലാകാരി ആശാ സുരേഷ് എന്നിവരെ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി ആദരിച്ചു. മാതൃസമിതി അംഗം നിമിഷ D മേനോൻ, സലിത സന്തോഷ്, ഇന്ദു കൃഷ്ണകുമാർ, ഷന്യ രാജേഷ്, TS ജയലക്ഷ്മി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. തുടർന്ന് ആശാ സുരേഷ് സോപാന സംഗീതം അവതരിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മനോഹരേ ജയ നീലകഞ്ച വിലോചനേ ജയ നീലകുന്തള ജാല സംഗത ബാലചന്ദ്ര വിഭൂഷണേ ജയ. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം തേടുന്ന ശയ്യാവലംബരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് ഒരുക്കിയത്. ഇത്തിരി നേരം ഒത്തിരി ദൂരം എന്ന പേരിലാണ് ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കുള്ളതായിരുന്നു ക്യാമ്പ്. വള്ളിവട്ടം പാർക്ക്ലക് ഫാം ഹൌസിൽ നടക്കുന്ന ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്ക് പല സ്കൂളുകളിലും അധ്യാപകരെ അല്ലേ ജോലിയെ സംബന്ധിച്ചൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുള്ളത്? അവിടുത്തെ ഭിന്നശേഷി അധ്യാപനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ മറ്റു ടീച്ചർമാരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് കേൾക്കും അല്ലേ. മറ്റുള്ളവരുടെ ശമ്പളം കൊടുക്കണ്ട തീരുമാനിച്ചാൽ ആദ്യം എന്താണെന്നറിയോ, ഇവരെ കൂടെ കിട്ടണം, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് എത്ര. എൻ്റെ കൂടെ ഉള്ളൊരു മുഹസ്സിനുണ്ട് അവിടെ, എപ്പോഴും ഞാൻ പണ്ട് കഴിയുമ്പോൾ എപ്പോഴും വിളിക്കാൻ ഈ കൂടെയുള്ളതാണ്. ആ മുഹസ്സിന് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, മാഷെ എനിക്ക് സി സാഹിബ് സ്കൂളിൽ ഹൈസ്കൂളിൽ ഒരു അധ്യാപകർക്ക് മലയാളം അധ്യാപകരായിട്ട് ജോലി കിട്ടാൻ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് 4% അത് കൃത്യമാക്കി ഗൗരവപ്പെട്ടതാക്കി. ചില സ്ഥലത്തൊക്കെ 2 പേരൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയും പക്ഷേ ഇതെല്ലാവരും കൂടി ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ വെച്ചാൽ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നമൊക്കെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമുക്ക് പേടിച്ചിട്ട് 4% ചിലപ്പോൾ ഇത് കൂട്ടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇനി ഈ രംഗത്ത് വല്ലതും വേണോ, അവർക്ക് സ്റ്റൈഫൻഡ് വല്ലതും വേണോ, അവർക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണോ, അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രത്യേക ഇടപെടൽ വേണോ അല്ലേ, ഒക്കെ വേണ്ടി വരും. കാലം ഇങ്ങനെ മാറ്റുന്നവർക്ക് കൂടി നിങ്ങളെ കൂടി എന്ത് ചെയ്യണം, ഒരുമിച്ച് നിർത്തുക. അതാണ് ഈ പുതിയ മാറ്റം എന്ന് പറയുന്നത്. എല്ലാ രക്ഷകർത്താക്കളും കഴിയുന്ന പരമാവധി പേര് 30 പേര് ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ നിന്ന് നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ ഒന്ന് ഉഷാറാക്കി അല്ലേ നമുക്ക് 2 ദിവസം ആഘോഷിക്കാം. ആ ആഘോഷത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു ക്യാമ്പ് തന്നെയായി ഇത് മാറും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ NC പ്രശാന്ത്, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK സുരേന്ദ്രൻ, KA ഷിഹാബ്, PH നിയാസ്, AT സ്നേഹലത, പ്രജീന റഫീഖ്, ഷമീം കുഞ്ഞു മുഹമ്മദ്, PK റഫീഖ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് ബാബു, നീതു സുജീഷ്, സനിത ലെനിൻ, KK അജിതകുമാരി, മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുഷ നകുലൻ, MA ബിനേഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ CP മരിയ, ക്യാമ്പ് കോർഡിനേറ്റർ ഹിമ ബാബു എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സെന്റ് ആൻഡ് സ്കൂളിന്റെ 120ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയയപ്പും നടത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇനിയും ഇതുപോലെ തന്നെ സമൂഹത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിനെല്ലാം കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മളുടെ എടത്തിരുത്തി പഞ്ചായത്തിൽ തന്നെ പ്രധാനപ്പെട്ട മികവിന്റെ കേന്ദ്രമായി തീർന്നിരിക്കുന്ന ഒരു വിദ്യാലയമാണ് എടത്തിരുത്തി ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി
ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ധന്യ അധ്യക്ഷയായി. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി പാലിയക്കര യാത്രയപ്പ് സന്ദേശം നൽകി. അധ്യാപകരെ, നിങ്ങൾ ആദ്യത്തെ നിങ്ങൾ അമ്മമാരാണ്. യു ആർ മദേഴ്സ്. അമ്മമാരാണ്. കുട്ടികളുടെയൊക്കെ സെക്കൻഡ് ഹോം ആണല്ലോ വിദ്യാലയം. വീട്ടിൽ നിന്നും കുഞ്ഞിലെ തന്നെ പറിച്ചു നടുന്നത് വിദ്യാലയത്തിലേക്കാണ്. ഈ വിദ്യാലയത്തിലെ ടീച്ചേഴ്സൊക്കെ അവർക്ക് അമ്മമാരായി മാറുകയാണ്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത് മുഴുവൻ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത്. അവരുടെ ചെറിയ വീഴ്ചകളെ, അവർക്ക് എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊരു മോശമായിട്ടാണ് ഇപ്പോൾ നമ്മളത് ചിത്രീകരിക്കുക. നമ്മുടെ വീട്ടിൽ അമ്മയുടെ കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമ്മളത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അധ്യാപകരെ, നിങ്ങൾ അമ്മമാരാണ്. ഞങ്ങളുടെ വേദനകൾ, കുട്ടികൾ നിങ്ങൾക്കുണ്ടാക്കുന്ന മുറിവുകൾ, മാതാപിതാക്കൾ നിങ്ങളോട് കാണിക്കുന്ന ചില അനാദരവുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അമ്മയെപ്പോലെ പരിഭവമില്ലാതെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് നമ്മുടെ അധ്യാപകർ. അതുകൊണ്ട് അധ്യാപകരെ, നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. PTA പ്രസിഡന്റ് അമ്പിളി പ്രിൻസ്, UP വിഭാഗം PTA പ്രസിഡന്റ് സിജോ അലപ്പാട്ട, വാർഡ് മെമ്പർ KK അജിതകുമാരി, ബലപ്പാട് AO KV അമ്പിളി, ലോക്കൽ മാനേജർ സിസ്റ്റർ അൽഫോൺസ, പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ്ജോ, അധ്യാപിക ലിജി, വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ പ്രദീപ, വിദ്യാർത്ഥി പ്രതിനിധികളായ അനൈത ജെയ്സൺ, അൽവിന റോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സിനിമ അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റായ വല്ലച്ചിറ സ്വദേശി പുളിക്കത്തറ വീട്ടിൽ പരേതനായ നാരായണൻ മകൻ കേശവൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. നെയ്ത്തുകാരൻ, കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ 20ഓളം സിനിമകളിൽ അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ ആയിരുന്നു. പ്രമുഖ മേക്കപ്പ് മാൻമാരായ പട്ടണം ഷാ, പട്ടണം റഷീദ് എന്നിവർക്കൊപ്പം ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പഴയകാല നാടക പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്നു കേശവൻ. അടിയന്തരാവസ്ഥാ കാലത്ത് ജയിൽവാസം അനുഭവിച്ചയാളാണ് ഇദ്ദേഹം. സംസ്കാരം നടത്തി. മാലിനിയാണ് ഭാര്യ. നിഖിൽ, അശ്വതി എന്നിവർ മക്കളും അഞ്ജു, വിജേഷ് എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തായംകുളങ്ങരയിൽ പെട്ടിയോട്ടയും കാറും കൂട്ടിയിടിച്ചു. തായംകുളങ്ങര സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:15 അപകടമുണ്ടായത്. ചൊവ്വൂർ പൂത്തറയ്ക്കൽ റോഡിൽ പാടത്ത് തീപിടുത്തം. വ്യാഴാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 44ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.